പോകുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഷാലു ഹിന്ദി മഞ്ചിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നു കൃഷ്ണ സോബത്തി കെ ബാരെ മേ. കൃഷ്ണ സോബത്തി ആരായിരുന്നു, കൃഷ്ണ സോബത്തിയുടെ രചനകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഏതെല്ലാം പുരസ്കാരങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് എന്നെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. कृष्णा सोबती और रचनाएं आज की कक्षा शुरू हो जाएंगे. कृष्णा सोबती इन्नते क्लासिल नम्मल चर्चा चेयुन्नु कृष्णा सोबती के बारे में. जन्म गुजरात में 1800 फरवरी 1925 में हुआ. അതായത് കൃഷ്ണ സോബത്തിയുടെ ജന്മം ഫെബ്രുവരി 18 1925 ഗുജറാത്തിൽ ആയിരുന്നു. വേ ആഖ്യായിക ലേഖിക थी. കഴിവുറ്റ ഒരു ട്രാൻസ്ലേറ്റർ കൂടിയായിരുന്നു നമ്മുടെ കൃഷ്ണ സോബത്തി. 1980 में जिंदगी नामा रचना के लिए സാഹിത്യ അക്കാദമി പുരസ്കാർ മിലാ था. അതായത് 1980 അദ്ദേഹത്തിന് ജിന്ദഗി നാമ എന്ന രചനയ്ക്ക് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2017 में ഭാരതീയ സാഹിത്യ ജ്ഞാനപീഠ പുരസ്കാർ से सम्मानित किया. 2017 ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം നൽകി ആദരിച്ചു. വേ പ്രസിദ്ധ കഹാനി ലേഖിക ഹെ. ഒരു കഹാനി ലേഖിക കൂടിയായിരുന്നു കൃഷ്ണ സോബത്തി. ഇൻകി കഹാനിയാ ബാദലോं के घेरे നാമക് സംഗ്രഹമേ സംകലിത് ഹെ. അദ്ദേഹത്തിന്റെ കഥകൾ ബാദലോं के घेरे എന്ന സംഗ്രഹത്തിലാണ് ചെയ്തിട്ടുള്ളത്. പ്രമുഖ രചനായെ സിദ്ധമായ രചനകൾ ഏതാണെന്ന് നോക്കാം. പെഹല കഹാനി സംഗ്രഹ് ബാദലോं के घेरे. ഇത് 1980 ചെയ്തിട്ടുള്ളത്. ലംബി കഹാനി ബ്രാക്കറ്റിൽ ആഖ്യായിക, ഉപന്യാസിക എന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് കണ്ട് കൺഫ്യൂഷൻ ആവരുത് ആരും. അതായത് ഈ കഥകളായതിനാൽ അതിനെ ഉപന്യാസ രീതിയിലാണ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത്. ബിച്ചുടി, മിത്രോ മർജാനി, യാദോं के यार, तीन पहाड़, हाय लड़की, മെഹർബാൻ സിംഗ്, 2007 ഇവയെല്ലാം ലംബി കഹാനി എന്ന പേരിലാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഉപന്യാസ് സൂരജ്മുഖി, അന്ധേരേക്ക്, ജിന്ദഗി നാമ, ദാനിഷ്, മെയ്സർഗം. गुजरात पाकिस्तान से गुजरात हिंदुस्तान 2017 निजी जीवन को स्पर्श करती रचना है. ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക. കൃഷ്ണ സോബത്തിയുടെ ഫേമസ് ആയിട്ടുള്ള, അതായത് യഥാർത്ഥ ജീവിതത്തിന്റെ ചിത്രം വരച്ചു കാണിക്കുന്ന രചനയാണ്. ഗുജറാത്ത് പാകിസ്ഥാൻ സെ ഗുജറാത്ത് ഹിന്ദുസ്ഥാൻ 2017 അദ്ദേഹം രചിച്ചിട്ടുള്ള ഈ രചന. കൃഷ്ണ സോബത്തിയുടെ ഈ പ്രസിദ്ധ രചന നമുക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു വെക്കാം. ഗുജറാത്ത് പാകിസ്ഥാൻ സെ ഗുജറാത്ത് ഹിന്ദുസ്ഥാൻ വിചാർ സംവാദ് സംസ്മരൺ. വാദ സംസ്മരണ ഏതാണെന്നൊക്കെ നോക്കാം. പെഹല ഹം അഷ്മത് 3 ഭാഗങ്ങളിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോബത്തി ഏക് സോഹബത്ത്, സോബത്തി വൈദ് സംവാദ്, ഏക് വ്യക്തിത്വ സഹി കി തലാഷ് മേ 2017. അതായത് പ്രസിദ്ധ സാഹിത്യകാരനായിട്ടുള്ള മുക്തിബോധിന്റെ വ്യക്തിത്വത്തിന്റെ യഥാർത്ഥ അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ട് 2017 അദ്ദേഹം എഴുതിയിട്ടുള്ള മറ്റൊരു ഭാഗം. ഏകക ജനതന്ത്ര മാർഫത് ദില്ലി 2018. ഇത്രയുമാണ് സംവാദ സംസ്മരണിൽ പെടുന്നത്. യാത്രാ ആഖ്യാൻ ആഖ്യാനിൽ വരുന്നത് ബുദ്ധ കാ കമണ്ഡൽ. ഈ ഒരു യാത്രാ ആഖ്യാനമാണുള്ളത്. ബുദ്ധ കാ കമണ്ഡൽ. പുരസ്കാർ സാഹിത്യ അക്കാദമി പുരസ്കാർ, ഹിന്ദി അക്കാദമി പുരസ്കാർ, ലേഖി ഓർ 2000 के ശലാക പുരസ്കാർ, ഭാരതീയ സാഹിത്യ കെ ജ്ഞാൻപീഠ് പുരസ്കാർ. ഇത്രയും പുരസ്കാരങ്ങളാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ള പുരസ്കാരങ്ങൾ. ഓരോ വർഷവും പ്രത്യേകം ചിലത് കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിനുമേ ഇതുവരെ ഞാൻ നിങ്ങൾക്കായി നൽകിയിട്ടുള്ള വീഡിയോസുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷാലു ഹിന്ദി മഞ്ച് സന്ദർശിച്ച് നിങ്ങൾക്ക് വീഡിയോസ് കാണാവുന്നതാണ്. കൂടെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ശാലിനി സുജിത്ത്.